രണ്ട് സാമുവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം. അമ്മോന്യരെയും സിറിയക്കാരെയും തോൽപ്പിക്കുന്നു. അമ്മോന്യരുടെ രാജാവ് മരിച്ചു, എൻ്റെ മകൻ ഹാനൂൻ രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നഹാഷ് എന്നോട് കാണിച്ചതുപോലെ അവൻ്റെ മകൻ ഹാനൂനോട് ഞാൻ ദയ കാണിക്കും. പിതാവിൻ്റെ മരണത്തിന് അനുശോചനം അറിയിക്കുവാൻ ദാവീദ് ഒരു സംഘം ദൂതന്മാരെ ഹാനൂൻ്റെ അടുക്കലേക്ക് അയച്ചു. അവർ അമ്നോന്യരുടെ എത്തി. എന്നാൽ അമ്നോന്യക്കാർ രാജാവായ ഹാനൂനോട് പറഞ്ഞു, നിന്നെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചത് നിന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവർ ഒറ്റുകാരാണ്. നഗരം നശിപ്പിക്കുവാനുള്ള മാർഗന്മാരായുവാനാണ് അവർ അവരെ അയച്ചിരിക്കുന്നത്. ഹാനൂൻ ദാവീദിൻ്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി പകുതി വീതം ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം നടുവിൽ നിതാംബരം വരെ കീറിയും വിട്ടയച്ചു. ദാവീദ് ഇത് കേട്ട് അത്യന്തം അപമാനിതനായവരോട് ആളയച്ച് പറഞ്ഞു, താടി വളരും വരെ ജെറീക്കോയിൽ താമസിക്കുവേൻ, പിന്നെ മടങ്ങിപ്പോകുവേൻ. ദാവീദ് ശത്രുത സമ്പാദിച്ചുവെന്ന് ഗ്രഹിച്ചപ്പോൾ അമ്നോന്യർ ബെത്ലേഹേമിലെയും സോബാബിലെയും സിറിയക്കാരിൽ നിന്ന് 20,000 കാലാൾപ്പടയും 1000 പേരുടെ കൂടെ മീഖാ രാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്കെടുത്തു. അത് കേട്ട് ദാവീദ് യോവാബിനെ സകല വീരപടയാളികളുമായി അയച്ചു. അമ്മോന്യർ നഗരവാതിൽക്കൽ അണിനിരന്നു. സോബായിലെയും റാഹായിലെയും സിറിയക്കാരും തോബിയായിലെയും റാഹായിലെയും പടയാളികളും വെളിമ്പ്രദേശത്ത് നിലയുറപ്പിച്ചു. ശത്രു സൈന്യം മുൻപിലും പിൻപിലും നിലയുറപ്പിച്ചെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിൻ്റെ അതിധീരരായ ഒരു കൂട്ടം പടയാളികളെ തിരഞ്ഞെടുത്ത് സിറിയക്കാർക്കെതിരെ അണിനിരത്തി. ശേഷിച്ച സൈന്യത്തെ തൻ്റെ സഹോദരൻ അബീഷായിയുടെ ചുമതലയിൽ ഏൽപ്പിച്ചു. അബീഷാ അവരെ അമ്നോന്യർക്കെതിരെ അണിനിരത്തി. യോവാബ് അയീഷയോട് പറഞ്ഞു, സിറിയക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ നീ വന്ന് എന്നെ സഹായിക്കുക. അമ്മോന്യർ നിന്നെ തോൽപ്പിക്കുന്നത് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനു വേണ്ടിയും നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിനു വേണ്ടിയും നമുക്ക് ധീരമായി പോരാടാം. ദൈവേഷ്ടം പോലെ ഭവിക്കട്ടെ. അങ്ങനെയാവും യോവാബും കൂടെയുള്ള സൈന്യവും സിറിയക്കാരുടെ യുദ്ധം ചെയ്യാനെടുത്തു. അവർ പലായനം ചെയ്തു. സിറിയക്കാർ തോറ്റുകൊടുന്ന് കണ്ടപ്പോൾ അമ്നോന്യരും അബീഷായരും മുൻപിൽ നിന്നോടി നഗരത്തിൽ കടന്ന് യോവാബ് അമ്നോന്യരോട് യുദ്ധം അവസാനിപ്പിച്ച് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചെന്ന് കണ്ടപ്പോൾ സിറിയക്കാർ ഒരുമിച്ചുകൂടി ഹദേസ്യർ അയച്ച് യൂഫ്രട്ടീസ് നദിക്കപ്പുറത്തുള്ള സിറിയക്കാരെ വരുത്തി. ഹദേസറിലുള്ള സൈന്യാധിപനായ ഷൊബാക്കീമിൻ്റെ നേതൃത്വത്തിൽ അവർ ഹാമിലോമിൽ വന്നു. ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് ഹേലാമിലെത്തി. സിറിയക്കാർ ദാവീദിനെതിരെ അണിനിരന്നു. യുദ്ധം ചെയ്ത് സിറിയക്കാർ ഇസ്രായേലിൽ മുൻപിൽ തോറ്റോടി. 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും ദാവീദ് കൊന്നു. അവരുടെ സൈന്യാധിപനായ ഷോബക്ക് മുറിവേറ്റ് അവിടെ തന്നെ മരിച്ചു വീണു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചു എന്ന് കണ്ടപ്പോൾ ഹദാദേസ്യരുടെ സമാന്തരന്മാർ ഇസ്രായേൽ കുമാരി ഉടമ്പടി ചെയ്തു ആശ്രിതരായി. അതിനുശേഷം അമ്മോന്യരെ സഹായിക്കാൻ സിറിയക്കാർക്ക് ഭയമായി. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.